وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുമുണ്ട്. വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. അവരാകട്ടെ അതിലെ ആകാശത്തിലെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കളയുന്നവരാകുന്നു. വല്ലാത്തൊരു അത്ഭുതം കൂടുന്നൊരു വചനമാണ് സൂറത്ത് അംബിയായിലെ 32-ാമത്തെ ആയത്ത്. അവർ ചിന്തിക്കാതെ അവർ തിരിഞ്ഞു കളയുന്ന ആ ഒരു വചനം കൂടി ചേരുമ്പോണ്ടല്ല, ഇതിൻ്റെ ഒരു സൗന്ദര്യം അപാരമാണ്. അതോടൊപ്പം അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി 14 നൂറ്റാണ്ട് മുമ്പ് 7-ാം നൂറ്റാണ്ടിലിരുന്ന ഒരു ഗ്രന്ഥം 20-ാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയ കാര്യങ്ങൾ പറയും. അത് അറിയുമ്പോഴും അത് അള്ളാഹു തന്ന അനുഗ്രഹം കൂടി നമ്മൾ ആലോചിക്കുമ്പോണ്ടല്ല, നമുക്ക് വലിയൊരു ഖുശൂ കിട്ടും ഈമാനികമായിട്ട്. പലരും പറയില്ല 6-ാം നൂറ്റാണ്ടിലെ പാള കിതാബ് മുഹമ്മദ് കൊടുത്ത്, ഇങ്ങനെയെല്ലാം പറയുന്ന ആളുകൾ ഒന്നാമത് ഇതിനെ പറ്റി വായിച്ച് നോക്കണം. ഒന്നാമത് 6-ാം നൂറ്റാണ്ടെന്ന് പറയുന്നതിന് തെറ്റാണ്. AD 610 മുതൽ 632 വരെയാണ് ഖുർആൻ ഇറങ്ങിയത്. അത് 7-ാം നൂറ്റാണ്ടിലാണ് പെടുക. ഇപ്പോൾ ഇത് 2025 നമ്മളെന്താ പറയുന്നത്, 21-ാം നൂറ്റാണ്ടെന്നല്ല പറയുന്നത്. അതൊന്നും മനസ്സിലാക്കുക. എന്നിട്ട് ഒരു വട്ടം ഇത് വായിച്ച് നോക്കി നിങ്ങളും ഈ ഒരൊറ്റ വചനം, ഇതിൻ്റെ മേലുള്ള വചനം 31, 33 കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാം ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് ആകാശത്ത് ഭൂമിക്ക് മുകളിൽ ഉണ്ടാക്കി തന്ന സംരക്ഷണ പാളികളും ഈ കവചും മേൽപ്പുരൊന്നും ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരുന്നു? ഈ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. സൂര്യനിൽ നിന്ന് വരുന്ന ഈ സോളാർ വിണ്ടുകൾ, സൗര കൊടുങ്കാറ്റുകൾ, അതുപോലെ സൂര്യനിൽ നിന്ന് വരുന്ന പലതിൽ നിന്നും നമ്മൾ രക്ഷ നൽകുന്നുണ്ട്. അതൊരു പ്രൊട്ടക്ഷനായിട്ട്, ഒരു സംരക്ഷണമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കാണാം. അത് തട്ടി മാറ്റി അതിൽ നിന്ന് വരുന്നത് മുഴുവനും. അതുപോലെ തന്നെ UV റേസുകളെല്ലാം വരുന്ന ഓസോൺ ലെയർ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വരുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന അത്തരം മാരകമായ ക്യാൻസർ വരുന്ന അത്തരം മാരകമായ സകലതും നമുക്ക് ഒഴിവാക്കി തരണത്. അതുപോലെ തന്നെ കോസ്മിക്, ഇപ്പോൾ ചൊവ്വയിലെല്ലാം നമ്മൾ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന കുറേ കാണാം. അതിൽ പലതും കറുത്ത കല്ലുകൾ, പലതും ആസ്ട്രോയിഡുകൾ മാനത്തു നിന്ന് വന്ന് നേരിട്ട് വീഴാണ്. അങ്ങനെ എങ്ങാനും നമ്മുടെ ഈ ഭൂമിയിൽ വീഴണി എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് തടുക്കാൻ പറ്റും. ഒരു കൊറോണനെ നമുക്ക് തടുക്കാൻ പറ്റില്ല, പിന്നെയാണ് ഈ കല്ലുകളെല്ലാം തടുക്കുക. അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പതിക്കുന്നതോടുകൂടി അത് കത്തിപ്പോവാണ്. വളരെ നോർമലായിട്ടുള്ള അപൂർവമായിട്ടേ വീഴുന്നുള്ളൂ. അപകടകരമായിട്ടല്ലാതെ അതെല്ലാം അള്ളാഹു ഉദ്ദേശിക്കഴിഞ്ഞാൽ നമുക്ക് വീഴ്ത്താൻ അള്ളാഹുവിന് കഴിയും. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഈ 7-ാം നൂറ്റാണ്ടിൽ നിരക്ഷരനായ മുഹമ്മദ് നബിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള സാധാ ലോജിക്ക് വെച്ച് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറയാം, ഉറപ്പായിട്ടും ഇത് ദൈവിക ഗ്രന്ഥമാണെന്നുള്ള ഉറപ്പിക്കാം. അതുപോലെ മറ്റുള്ള ഒരുപാട് ലേസുകളുണ്ട് ഭൂമിക്ക് മുകളിൽ. ഇതെല്ലാം കണ്ടെത്തുന്ന വളരെ അടുത്ത കാലത്താണ്. അതുകൊണ്ടൊന്ന് ചിന്തിക്കുക സഹോദരന്മാരെ, ഇത് മനസ്സിലാക്കുക, ഇത് സത്യമാണെന്നുള്ളത്. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق أولم يكف بربك أنه على كل شيء شهيد ألا إنهم في مرية من لقاء ربهم ألا إنه بكل شيء محيط. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയേ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ. ألا إنهم في مرية من لقاء ربهم ألا إنه بكل شيء محيط. ഓർക്കുക, തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി സംശയത്തിലാകുന്നു. ഓർക്കുക, തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാകുന്നു.